ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, ജയ് ജയ് ശ്രീ രാധേശ്യാം, രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള ആ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് സത്സംഗത്തിലിരിക്കാൻ സാധിച്ചു. ഞാൻ ബോംബെക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഞായറാഴ്ച എത്തും, തിങ്കളാഴ്ച നമുക്ക് സത്സംഗം ആവാം എന്ന് പറഞ്ഞെങ്കിൽ അത് ഉറപ്പിച്ച് പറഞ്ഞില്ല. കാരണം യാത്ര കഴിഞ്ഞിട്ടൊക്കെ വരികയല്ലേ. അപ്പം എന്തെങ്കിലും വിധത്തിൽ വല്ല വയ്യായകളൊക്കെ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഭഗവാൻ യാതൊന്നും ഇല്ലാണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇവിടെ നമ്മളെ സത്സംഗത്തിൽ കൊണ്ടുവന്നിരുത്തി. ഭഗവാന്റെ കൃപാകടാക്ഷമാണ്. ബോംബെയിൽ പോണതിന് മുമ്പ് പാണ്ഡുരംഗനെ തൊഴാൻ പോണ കഥയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഭഗവാൻ എന്തോ അതിനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. അവിടേക്കൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. കാരണം ഏകാദശിയായിരുന്നു. പിന്നെ അതുകൂടാതെ കണ്ട് എലക്ഷനായിരുന്നു അവിടെ. അപ്പോൾ എലക്ഷൻ സമയത്തൊക്കെ എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ പോവും. അപ്പോൾ അവിടെ അത്രയും തിരക്കായിരിക്കും, നമുക്ക് അവിടെ ദർശനത്തിനുള്ള ടോക്കണൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ക്യൂ നിന്നിട്ടാണെങ്കിൽ ഒരുപാട് ക്യൂ നിൽക്കണം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പോയി വരാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ യാത്ര അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഒക്കെ ഈശ്വരേച്ഛ പോലെ തന്നെ ഒന്ന് കണക്കാക്കി. പിന്നെ ഇവിടെ നിന്ന് ക്ഷണിച്ച് കൊണ്ടുപോയത് ബോംബെയിൽ താമസിക്കുന്ന സീതാമാമിയും അങ്കിളും കൂടിയിട്ടാണ്. അപ്പോൾ അച്ഛനും അമ്മയും ആണ് ഇവിടെ വന്ന് ഒരിക്കൽ ഒരു 3 വർഷം മുമ്പ് ആണ് ഇവിടെ വന്നത്. അവരിവിടെ ഇരുന്ന് ഭാഗവതമൊക്കെ വായിച്ചു. അന്ന് എന്നെ ക്ഷണിച്ചു, വരൂ അവിടെ വന്നിട്ട് ഒരു ദിവസം സത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടിട്ട് എന്നാ വരിക എന്ന് ചോദിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ തിങ്കളാഴ്ച അവിടെയായിരുന്നു സത്സംഗം ഉണ്ടായിരുന്നത്. ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ചിട്ട് ഭഗവാന്റെ കഥകൾ പറയാനൊക്കെ അവസരം കിട്ടിയത് നിങ്ങളെല്ലാവരും കേട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിന് അടുത്ത ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് എന്നോട് പറഞ്ഞത്, ഇവിടെ ഒരു വൃന്ദാവനമുണ്ട് ഈ ബോംബെയിൽ, നമുക്ക് ആ വൃന്ദാവനത്തിലേക്ക് പോവാം
എന്ന് പറഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. അതിൻ്റെയും വീഡിയോ ഇട്ടുണ്ട്, അത് കാണാൻ നേരം കിട്ടിയിട്ടോ അറിയില്ല, കണ്ടൂലേ? അല്ലേ? അത് ശരിക്കും വൃന്ദാവനത്തിൽ അങ്ങനെ തന്നെയാണ്. വൃന്ദാവനത്തിൽ അതുപോലെ തന്നെയാണ് പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ആ രാധാ മദൻ മോഹൻ ടെമ്പിളൊക്കെ അതുപോലെ തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ ചില സ്ഥലത്തൊക്കെ കാണുമ്പോൾ വെറുതെ ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ വച്ചിട്ടേ ഉള്ളൂ. അവർ ആ സങ്കല്പം മാത്രമാണ് അവിടെ. കുറേയധികം കെട്ടിടങ്ങൾ പണിയണില്ല എന്ന് തോന്നുന്നു, കുറച്ചൊക്കെ പണിയണുള്ളൂ. കാരണം അധികം കെട്ടിടങ്ങളാവുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രം അതേ വൃന്ദാവനത്തിൽ അതേ രൂപത്തിൽ. പിന്നെ യമുനയുടെയൊക്കെ കരകൾ അതൊക്കെ അതുപോലെ തന്നെയാണ് കാട്ടുന്നത്. പിന്നെ ധാരാളം എന്താ പറയുക പ്രതിമകൾ, ഭഗവാന്റെ ജീവൻ തുടിക്കുന്ന പ്രതിമകൾ. അതാണ് ഓരോ സ്ഥലത്തും. ആ മണ്ണ് തിന്നണ സ്ഥലത്ത്, കാളിയമർദ്ദനത്തിൻ്റെ സ്ഥലത്ത്, അതുപോലെ എന്താ കാറ്റായിട്ട് വന്നിട്ട് അസുരൻ കാറ്റായിട്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോയി, കൊടുങ്കാറ്റായിട്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഓരോന്നും ശകടാസുരൻ്റെ അങ്ങനെയൊക്കെ എല്ലാം പ്രതിമകളുടെ രൂപത്തിലാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് കൂടുതൽ ആസ്വാദ്യകരമായിരിക്കും. പക്ഷെ അത് ചെയ്ത ആ പ്രതിമയൊക്കെ പണിത ആളെയാണ് ആദ്യം നമസ്കരിക്കേണ്ടത്. കാരണം എന്തൊരു ഭാവം അദ്ദേഹത്തിന്, ഓരോ ദിക്കിലും അത് അത്രയും മനോഹരം. വെറും ഒരു കല്ലിൽ മാത്രം ആ ഗോവർദ്ധനത്തിൻ്റെ മുഖമൊക്കെ നല്ല മനോഹരമായിട്ട് വെറുതെ ചെയ്ത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നാൽ ശരിക്കും വൃന്ദാവനത്തിൽ പോയ അതേ അനുഭവം തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക. അവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്, ഗോവർദ്ധന ഗിരിരാജന് പൂജയുണ്ട്. പിന്നെ അവിടെ വൃന്ദാവനത്തിൽ കാണുന്ന പോലെ ശ്യാമകുണ്ട്, രാധാകുണ്ടൊക്കെ അടുത്തടുത്തുണ്ട്. പിന്നെ അതിൽ ഒരു വഞ്ചിയിൽ പോണതായിട്ട് അത് കണ്ടുവോ? വഞ്ചിയിൽ പോണ രാധകൃഷ്ണനും ഗോപികമാരും വഞ്ചിയിൽ പോണതായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അത് ശരിക്കും ഒരു നൗകാചരിതം പണ്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ അതേ ആ വിശ്രാംഘട്ടിൻ്റെ അടുത്തുനിന്ന് അവർ മധുരയ്ക്ക് ഇവിടുന്ന് അങ്ങനെ അതിൻ്റെ അടുത്ത് കൂടെ നടന്നു പോവുക ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ഗോപികമാർ അവിടെ ഒരു തോണി കിടക്കണ കാണുമ്പോൾ ആ തോണിയിൽ കയറണം എന്ന് തോന്നുകയാണ്. എന്നിട്ട് ആ തോണിയിൽ കയറുക എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഒരു പയ്യൻ ഓടി വരും, ഞാനും ഉണ്ട്. അയാൾ വന്നിട്ട് പറയും ഞാനും വരാം. അല്ല, കൃഷ്ണൻ തന്നെയായിട്ടാണ് വരിക. കൃഷ്ണനോട് പറയണ്ടെന്ന് പറയുമ്പോൾ എവിടുന്നോ കൃഷ്ണൻ ഓടി വരികയാണ്. എന്നിട്ട് ഞാൻ അങ്ങനെയുള്ള ആ ഓരോ കഥകളും, അല്ല ഒരു എനിക്ക് ആ കഥകൾ പെട്ടെന്ന് ഇങ്ങനെ തലയിൽ നിൽക്കണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു പയ്യൻ്റെ രൂപത്തിലാണ് വരണേന്ന് തോന്നുന്നു. ഞാൻ തോണി തുഴയാനൊക്കെ എനിക്കറിയാം, ഞാൻ തോണി തുഴയാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇവരെ കൊണ്ടുപോകണം. എന്നിട്ട് കുറച്ചെത്തുമ്പോൾ കാറ്റും കൊടുങ്കാറ്റും മഴയൊക്കെ വന്നിട്ട് തോണി മറയാൻ പോണു. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാകുമ്പോൾ കൃഷ്ണനെ വിളിക്കാണ്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കൃഷ്ണൻ ഉണ്ടെങ്കിൽ നമുക്ക് അപകടം പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടിയിട്ട് കൃഷ്ണാന്ന് വിളിച്ച് കരയുമ്പോൾ ഓടക്കുഴൽ നാദം കേൾക്കാം. അപ്പോൾ അവിടെ കാറ്റുമില്ല, ഗോളുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് കൃഷ്ണൻ്റെ ലീലയാണെന്ന്. അത് എന്താ വെച്ചാൽ കുറേ ഇങ്ങനെ വിളിച്ചാൽ അതിങ്ങനെ മനസ്സിൽ തെറ്റുണ്ട്. അതാണ് ആദ്യം കൃഷ്ണനാണോ എന്നൊരു അപ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെയാണ് മനോഹരമായിട്ടുള്ള അതിൻ്റെ ലീല. ആ ഒരു നൗകാചരിതം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കഥകളിയൊക്കെ മകൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് അതിൻ്റെ കഥകളി നമ്മുടെ ഗുരുവായൂർ വെച്ചിട്ട് ചെയ്യേണ്ടായി. കുറേ ഭക്തന്മാരൊക്കെ കൂടിയിട്ട് അത് സമർപ്പിച്ചതായിരുന്നു അത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത് ഓർമ്മ. കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അവർ അധികവും അവിടെ ആ ഒരു വനം അന്തരീക്ഷം ഉണ്ടാക്കാനും നോക്കിയേക്കണേ. മനോഹരമായിട്ടൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളെ കൊണ്ടുപോയ സീതാമാമിയെ ഞാൻ മാമിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ജൂല ഇങ്ങനെ ആട്ടുന്ന സമയത്ത് ഇതാണ് മാമി ഞങ്ങളെ കൊണ്ടുപോയതെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഭക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഭക്തി ഇല്ല. അങ്ങനെയാണ്. അവർക്ക് എന്തൊരു ഭക്തിയാണെന്നറിയോ? അവർ അത്രയും ഭാഗവതത്തിൽ മാത്രം ജീവിക്കേണ്ട. അവർ ഭാഗവതം കൈകൊണ്ട് എഴുതിയിട്ട്, ഭാഗവതം നമുക്ക് വായിക്കാൻ തന്നെ പ്രയാസം, അങ്ങനെയുള്ള അവർ കൈകൊണ്ട് ഭാഗവതം എഴുതി സമർപ്പിക്കുക ചെയ്യണം. പൂർണ്ണമായിട്ടും ഭാഗവതം എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ബുക്കുകളിലായിട്ട് നിറയെ അങ്ങനെ ഭാഗവതം എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എഴുതി സമർപ്പിച്ചതാണ്. പിന്നെ അവരുടെ വീട്ടിലെന്താണെന്ന് വെച്ചാൽ ഒരു
മകളുള്ളത് അമേരിക്കയിലാണ്. പിന്നെ മകനും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ വേറെയാണ് താമസിക്കുക. തൊട്ടടുത്ത് തന്നെയാണ് വേറെയാണ് താമസിക്കുന്നത്. അവർ സ്വസ്ഥമായിട്ട് താമസിക്കണം. ഒന്നിനോടൊരു അറ്റാച്ച്മെൻ്റ് വെച്ചാൽ അറ്റാച്ച്മെൻ്റ് അല്ലാണ്ട് പോവും വരികയൊക്കെ ചെയ്യും. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഗുരുവായൂരപ്പനോടാണ്, കൃഷ്ണനോടാണ്. അവിടെ നിത്യവും ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കുക. നിത്യവും ഇവർ രണ്ടുപേരും കൂടിയിട്ട് നിത്യവും. അത് വെറുതെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇവിടെ വന്നിരുന്നിട്ടൊക്കെ നമ്മൾ ഭാഗവതം വായിക്കുന്ന പോലെ ഇല്ല. സപ്താഹവേദിയിൽ എങ്ങനെയാണോ സപ്താഹം നടക്കണേ അതുപോലെ തന്നെ കഥ പറയലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ നിത്യവും പാരായണം ചെയ്യും. ആ പാരായണത്തിന് ഓരോരോ പൂജകൾ, അലങ്കാരങ്ങൾ, ആ രുക്മിണീൻ്റെ കൃഷ്ണൻ്റെ വിവാഹം അവർ തന്നെ ആ സമയത്ത് അവർ തന്നെ രണ്ടുപേരും തന്നെ പാടണു, രണ്ടുപേരും തന്നെ നൃത്തം ചെയ്യണു. വിഠല വിഠല പാണ്ഡുരംഗ എന്നിട്ട് ഇങ്ങനെയൊക്കെ കൈവച്ചിട്ട് രണ്ടുപേരും അവർ സ്വയം ആസ്വദിച്ചിട്ട് അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇതൊക്കെ തുടങ്ങി ആദ്യം തുടങ്ങും. ഇത് മാത്രമൊന്നുമല്ല, രാമായണം അതിൻ്റെ കൂടെ വായിക്കുന്നുണ്ട്, നാരായണീയം വായിക്കുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ആ ഭഗവാന്റെ അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ ഗൃഹജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇത് വായിക്കണം. ആ ഗൃഹജോലികൾക്കൊന്നും മുടക്കില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടണ സമയം മുഴുവനും എവിടെയെങ്കിലുമൊക്കെ സപ്താഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ലൈവായിട്ടൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ ലോകം. അത്രയും ഒരു ഭക്തിഭാവം അവർക്ക്. അവിടുത്തെ ആ മാമ പറയണ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. മാമി എൻ്റെ അടുത്ത് പറയാണ്, കൃഷ്ണൻ്റെ രാധയും രുക്മിണിയൊക്കെ ഇങ്ങനെ കുറേ അലങ്കരിക്കുമ്പോൾ, കുറേ മാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പറയും അത് വേഗം വൃത്തിയാക്കണം, വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വേഗം വൃത്തിയാക്കണം എന്ന് പറയും മാമിയുടെ അടുത്ത്. ആ ഒരു ദിവസം അവിടെ കിടക്കട്ടെ, നാളെ ആവാം, ഇന്നിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ പറയാം അതെങ്ങനെയാണ്, നീയൊരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടത്തെ നിങ്ങളുടെ എത്തുമ്പോഴേക്കും നിനക്ക് വസ്ത്രമൊക്കെ മാറിയിട്ട് നിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടാനല്ലേ നിനക്ക്. അതുപോലെ തന്നെയല്ലേ ഇത്രയും എത്ര നേരം ഇങ്ങനെ നിൽക്കും ഭഗവാൻ. അത് അത്രയും അത് സത്യമായിട്ടാണ് അദ്ദേഹം ഉൾക്കൊള്ളണത്. അത് കഴിഞ്ഞ് അതൊക്കെ മാറ്റിയിട്ട് വീട്ടിലിടുന്ന സാധാരണ പുടവ ചുറ്റിച്ചിട്ട് ആഭരണങ്ങളൊക്കെ മാറ്റി 1 2 അങ്ങനെയാണ്. നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഉഷ്ണിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനും ആ ഉഷ്ണകാലമാകുമ്പോൾ ഭഗവാന് ഫാൻ ഇട്ട് കൊടുക്കുക, ഭഗവാന് വീശി കൊടുക്കുക. അതേ ഭാവത്തിൽ അവർ അത്രയും കാര്യമായിട്ട് ആ ഒരു ഭഗവാനിൽ ലയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കണില്ല. വേറെ ഒന്നും വേണ്ട അവർക്ക്. അവർ പറയണ ധാരാളം ആൾക്കാരുകൾ കൂടി വേണമെന്നില്ല. എന്തിനാ അവരെ വിളിക്കണേ? അവനവന് തന്നെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, സ്വയം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരാളുടെ ആവശ്യം എന്താണെന്നാണ് അവർ ചോദിക്കണേ. അപ്പോൾ അത്രയും ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്നെ പരിചയപ്പെട്ട ആ സമയത്ത് ഒരിക്കലും ഗുരുവായൂർ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളിങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവരിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. അവർ വന്ന വഴി തന്നെ ആദ്യം തന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇരുത്തി മാലയൊക്കെ ഇടിയിച്ച്, പൂമാലയൊക്കെ ഇടിയിച്ച്, കുങ്കുമം ഇതൊക്കെ തന്ന്, താലത്തിൽ ഫ്രൂട്ട്സും വസ്ത്രമൊക്കെ വെച്ച് അങ്ങനെ തന്ന് അവർ അത്രയും ഈ ഭഗവാനെ കാണണ പോലെ എന്നോട് പറയും, ഞങ്ങളൊക്കെ ഇവിടെ കഥ കേൾക്കുമ്പോൾ രാധാറാണിയെ കാണുന്ന പോലെയാണെന്ന്. അവരുടെ മനസ്സിൻ്റെ ഭാവം, അവരുടെ ഒരു ഭക്തിയാണ് അത് പറയണത്. നമുക്ക് ഒരാളെ പറ്റിയിട്ട് അങ്ങനെ തോന്നണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെയാണ്, ആ ഒരു വ്യക്തിയുടെ ഒരു പ്രഭാവമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാവർക്കും അത് തോന്നണം, വേണ്ടേ? അതതില്ലല്ലോ. ഭഗവാനെ പോലും എല്ലാവർക്കും ഒരുപോലെ തോന്നണില്ല, അല്ലേ? ഗുരുവായൂരപ്പൻ്റെ ആ വൈഭവം എല്ലാവർക്കും ഒരുപോലെ തോന്നുന്നുണ്ടോ? ഗുരുവായൂരെത്തിയാൽ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ച് പോണവരുണ്ട്. അവിടെ ചെന്ന് സൗകര്യം ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഇവിടെ നിന്നാലും ഭഗവാൻ കാണുന്ന. പക്ഷെ അത് ഓരോരുത്തരുടെ തലമാണ്. അവർക്ക് ഭക്തി ഇല്ലയെന്നോ ആ കാണണം എന്ന് പറയുന്ന ആൾക്ക് ഭക്തി ഉണ്ടെന്നോ പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷേ ഇവരെയൊക്കെയാണ് ശരിക്കും ആ ഭക്തിയുടെ, കാരണം എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കുക. നമ്മളൊക്കെ കുമാരി പൂജയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഓരോ പെൺകുട്ടികളെ എത്തി പൂജ ചെയ്യണയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ നവരാത്രി കാലത്തൊക്കെ. പക്ഷേ എത്ര ആൾ ഇതുപോലെ ഉൾക്കൊണ്ട് ചെയ്യേണ്ട, ആ ഇരിക്കുന്നത് ഭഗവതി തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ ഉറപ്പിച്ചിട്ട് ചെയ്യണവരില്ല. അതിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി
ഇവിടെ എൻ്റെ ചെറിയച്ഛൻ്റെ മകള് ബോംബെയിലാണ്. അപ്പോൾ അവർ ആ ചേച്ചിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാമയുടെ അടുത്താണ് അവർ താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാജി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. തലേ ദിവസത്തെ ആ ഒരു സമർപ്പണത്തിനും ആ സമയത്തും പിറ്റേ ദിവസം വൃന്ദാവനത്തിലേക്ക് പോകാനൊക്കെ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ രാധാറാണിയായിട്ടാണ് കാണുന്നത്, രാധാറാണിയുടെ പോലെ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് അവർ വസ്ത്രം സാരി തന്നു, സമർപ്പിച്ചു. പിന്നെ മൂക്കുത്തി അതപ്പം തന്നെ ഇടണം എന്ന് പറഞ്ഞു, മൂക്കുത്തി ഇട്ട് തന്നു. പിന്നെ കാലിൽ പാദസരം, മിഞ്ചി, ഈ വിരലിൽ ഇടുന്ന മിഞ്ചി എല്ലാം ഇട്ടിട്ട് ആ രാധാറാണിക്ക് സമർപ്പിക്കുന്ന പോലെ വള, കുങ്കുമം, അങ്ങനെ എല്ലാം രാധയ്ക്ക് കൊടുക്കുന്ന പോലെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന രാധയാണെന്നൊക്കെ പറഞ്ഞ് തന്നു. നമ്മൾ ഒന്നും പറയാൻ പറ്റാണ്ട് അത്ഭുതമായിട്ടിരിക്കുക. അവരുടെ ആ മാമനാണ്. ഞാൻ ഒരു കീർത്തനം എഴുതിയത്, ഒരു ഇത് സമർപ്പണം എഴുതിയിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അത് അവരാണ് എഴുതിയത്. അങ്ങനെ അവരെഴുതിയിട്ട് അത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അത്രയും ഒരു ഭക്തിഭാവത്തോട് അവർക്ക് വെറുതെ നമ്മളോട് ഇങ്ങനെ പൊലിമ പറയണതല്ലാണ്ട് ശരിക്കും വാസ്തവത്തിൽ അവർക്ക് അത് രാധയ്ക്ക് തന്നെ നമ്മുടെ മുമ്പിൽ രാധ വന്ന് നിൽക്കുകയാണെങ്കിൽ രാധയ്ക്ക് അങ്ങനെ സമർപ്പിക്കുക, അതേ ഭാവത്തോടു കൂടി സമർപ്പിച്ചു. അത് അത്രയും സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അത്ഭുതം ഉണ്ടായത് ഒന്നുമല്ല, ഞാനൊന്ന് മാമയുടെ അടുത്താണ് താമസിച്ചത്. അപ്പോൾ അവരുടെ മകൻ്റെ വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ. അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സപ്താഹം നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അത് കേൾക്കാനും ഭജന കേൾക്കാനൊക്കെ പറ്റി. അങ്ങനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് മകൻ്റെ അടുത്തും കൊണ്ടുപോയി. അവരും ആ അമ്മയുടെയും അച്ഛൻ്റെയും മക്കളല്ലേ, അവരുടെയും ഒരു നല്ലൊരു മനസ്സാണ്. നന്നായി ഭക്ഷണം, നല്ല സ്വാദുള്ള ഭക്ഷണമാണ് ആ മോളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പറയുന്നു, അവിടെ വന്നിട്ട് ബോംബെയിൽ വന്നിട്ട് ഇത്രയും സ്വാദായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയും. അത്രയും നന്നായിട്ട്. കാരണം ആ ഒരു നമ്മൾ മനസ്സ് നിറഞ്ഞു കൊടുക്കുമ്പോഴേ ശരിക്കും പറയും ഭക്ഷണത്തിൻ്റെ രുചി പകുതിയേ ഉള്ളൂ, പകുതി സ്നേഹത്തിൻ്റെ രുചി. ഭക്ഷണത്തിന് രുചി കുറഞ്ഞാലും ആ സ്നേഹത്തോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടി കൊടുക്കുമ്പോൾ അതിന് രുചി കയറും എന്ന് മഹാത്മാക്കൾ പറയണില്ലേ. അതുപോലെയാണ് നമ്മൾ എന്ത് മാർക്കും കൊടുക്കുമ്പോൾ അതിന് രുചി തോന്നണില്ല എന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ആളുടെയും കൊടുക്കുന്ന ആളുടെയും മനോഭാവം പോലെ ഇരിക്കും. എത്ര സ്നേഹത്തോടു കൂടി കൊടുത്താലും അത് സ്വീകരിക്കുന്ന ആളുടെ മനസ്സ് ശരിയല്ലെങ്കിലും അതിന് രുചി തോന്നില്ല. അതുപോലെ കൊടുക്കണ ആൾ എത്ര സ്നേഹത്തോടെ സ്വീകരിച്ചാലും കൊടുക്കണ ആൾ അങ്ങനെ അപ്പോഴും തോന്നില്ല. പക്ഷേ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു അനുഭവമായിരുന്നു. അതിലും വലിയൊരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആ മിഞ്ചി കാലിലിട്ടിട്ടാണ് ഞങ്ങൾ വൃന്ദാവനത്തിൽ പോയത്. അപ്പോൾ ഈ നടക്കുമ്പോൾ 2 കാലിലും മിഞ്ചി ഉണ്ടായിരുന്നു, 2 വിരലിലും മിഞ്ചി ഉണ്ടായിരുന്നു. കുറേ ദൂരം ഇങ്ങനെ നടന്നപ്പോൾ ഒരു മിഞ്ചി കാണാണ്ട് പോയി. അപ്പോൾ രാത്രി എൻ്റെ കാലിൽ ഒരു പാദസരം അഴിഞ്ഞു പോയി. ഒരെണ്ണം മാത്രമാണ് ഒരു പാദസരം അഴിഞ്ഞു പോയി. അപ്പം ഞാൻ പാദസരം വലിയ ഒരു പാദസരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സങ്കല്പം അത് രാധാറാണിയുടെ പാദസരം എന്നുള്ള സങ്കല്പത്തിലാണ് ഞാനത് ഇടണത്. അപ്പം ഞാൻ എപ്പോഴൊക്കെ ഭഗവാനോട് പറയും, ഭഗവാനെ ആ രാസലീല ആടുമ്പോൾ എന്നെയും കൂടി ചേർത്തിട്ട് രാസലീല ആടണേ എന്നൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പാദസരം അഴിഞ്ഞ് പോയിണ്ടാവും, താഴെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഭഗവാനോട് ഇന്നലെ രാത്രി രാസം ആടിയില്ലേ, അപ്പോൾ ഈ ഒരു ജീവന് അത് അനുഭവം ആവാൻ പറ്റാത്തതുകൊണ്ടാവും രാസം ആടാൻ ഭഗവാൻ കൊണ്ടുപോയിണ്ടാവും. പക്ഷേ എനിക്ക് അനുഭവിക്കാനുള്ള അത്രയ്ക്ക് പക്വത വരാത്തതുകൊണ്ടാവും അത് എനിക്ക് അനുഭവമാവാൻ. എന്നാലും എനിക്കിത് മതി, ഇതുകൊണ്ട് ഞാൻ സംതൃപ്തിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പാദസരം അന്ന് അഴിഞ്ഞു പോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാൻ രാസത്തിൽ ഇന്നത്തെ ഒരു ദിവസം രാസത്തിൽ ചേർത്തില്ലെങ്കിൽ, ഇവിടെ വച്ച് രാസത്തിൽ ചേർത്തില്ലെങ്കിൽ എവിടെയാണ് രാസത്തിൽ ചേർക്കുക? കാരണം ഈ അച്ഛനമ്മമാർ കൽപ്പിച്ചിട്ട് രാധയുടെ സ്ഥാനം തന്നപ്പോൾ ആ അച്ഛനമ്മമാരുടെ ഭക്തിയെ ഭഗവാൻ ഏറ്റെടുത്തതാണെന്ന് എൻ്റെ മനസ്സിൽ അത്രയും ഒരു സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു. അപ്പം മിഞ്ചി പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു സങ്കല്പം ഉണ്ട് എനിക്ക്. അപ്പോൾ അത് പോയപ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഭഗവാൻ രാസം ആടിക്കൊണ്ടേയിരിക്കണു എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 2 മിഞ്ചിയും അവിടെ നഷ്ടപ്പെട്ടു. 2 മിഞ്ചിയില്ല, 2ഉം പോയി അവിടെ.
അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അടുത്ത ദിവസം ഞങ്ങൾ മാമിയുടെ അടുത്തു നിന്നൊക്കെ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് താമസിച്ചത്. അപ്പം അങ്ങനെ താമസിച്ച് രാവിലെ ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വപ്നം കാണുകയാണ്. ഇത് കാരണം നമ്മുടെ പകലത്തെ സത്സംഗവും ഭജനയും നൃത്തവും കാര്യങ്ങളും എല്ലാം തന്നെയാണല്ലോ ഹൃദയത്തിലുള്ളത്. അപ്പം ഞാനിങ്ങനെ സ്വപ്നം കാണണു, മാമി ആരുടെയൊക്കെ കൂടെ, എന്നെയൊന്നും കാണണില്ല, ആരുടെയൊക്കെയോ കൂടെ വൃന്ദാവനത്തിൽ പോവാണ്. അപ്പോൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടി ഒരു മജന്ത കളറ് ഒരു പാവാടിയും അതൊക്കെ ഇട്ട് ശരിക്കും ആ തലക്കോടെയൊക്കെ ഇങ്ങനെ ഇട്ട് ആ കൊച്ച് ഗോപികയുടെ പോലെയുള്ളൊരു പെൺകുട്ടി ഓടി വന്നിട്ട് ഒരു മിഞ്ചി എടുത്തിട്ട് ഈ മാമിയുടെ കയ്യിൽ വന്നിട്ട് പറഞ്ഞു, ഇത് രാധാറാണി തന്ന പ്രസാദമാണ്, അമ്മയുടെ കാലിലെ മിഞ്ചി സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കണമെന്ന് സ്വപ്നം കണ്ടിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഈശ്വര ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാമി വിളിക്കണം, മോളെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആ മിഞ്ചി കിട്ടി. അവിടെ രണ്ടും പോയത് അവിടെയാണ്. പക്ഷേ മാമിക്ക് അത് പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവില്ല, വെറുതെ പറയാൻ തോന്നും. പക്ഷെ ഞങ്ങളുടെ അനുഭവമാണത്. ശരിക്കും പറഞ്ഞു, എനിക്കിതാ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആ മിഞ്ചി കിട്ടി. ഞാനിവിടെ നോക്കുമ്പോൾ എന്തോ ഇവിടെ വീഴണ ഒച്ച കേട്ട് നോക്കിയപ്പോൾ മിഞ്ചിയാണ്. മോളുടെ കാലിൽ കിടന്ന അതേ മിഞ്ചി ഇതാ എനിക്ക് ഇവിടുന്ന് കിട്ടി. അപ്പം മാമി എന്താ കരുതിയത്, എനിക്ക് ചിലപ്പോൾ എങ്ങാനും അറിയാണ്ട് ഒരു മിഞ്ചി അവിടെ നിന്ന് പോയിണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാണ്ടാന്ന്. പക്ഷേ ഈ വീഡിയോകളിലൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ അതിലിങ്ങനെ നടക്കണ ഒരു ഭാഗത്ത് രണ്ട് കാലിലും മിഞ്ചിയുള്ളത് കാണാനുണ്ടായിരുന്നു. അപ്പം ശരിക്കും ആ അമ്മയുടെ സങ്കല്പം രാധാറാണിക്ക് കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ രാധാറാണി തന്നെ അത് സ്വീകരിച്ചു. നമ്മളുടെ കാലിലിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ, അത് സ്വീകരിക്കാൻ രാധാറാണി വേണ്ടേ. തീർച്ചയായിട്ടും അത് രാധാറാണി തന്നെ സ്വീകരിച്ചിട്ട് അത് പ്രസാദമായിട്ട് അതിലൊന്ന് ആ മാമിക്ക് തിരിച്ചു കൊടുത്തു. മാമി അത് പൂജാമുറിയിൽ ഇങ്ങനെ വച്ച് പൂജിക്കുകയാണ് രാധാറാണിയുടെ മിഞ്ചി. അപ്പോൾ പറയുന്നു അത് ഇങ്ങനെ നല്ലോണം ഇട്ടിട്ട് ഊരിപ്പോവാൻ വെച്ചാൽ അകന്ന് പോകണ്ടേ, അങ്ങനെ അകന്ന് പോയിട്ടില്ല. അതിങ്ങനെ മുറുക്കിയിട്ടിട്ടുള്ള ആ റൗണ്ടിൽ തന്നെയാണ് കിടക്കണം, അകന്ന് പോയിട്ടേ ഇല്ല. അപ്പോൾ അത് ശരിക്കും രാധാറാണിയുടെ പാദത്തിൽ തന്നെ മിഞ്ചി രാധാറാണി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അനുഭവം. ഇത് കേൾക്കണവർക്ക് എല്ലാവർക്കും എത്രണ്ട് ഉൾക്കൊള്ളാൻ പറ്റും, എങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്നൊന്നും അറിയണില്ല. വെറുതെ പറയുകയാണോ എന്നും പലർക്കും തോന്നും. പക്ഷേ ഇത് സത്യമായ അനുഭവമാണ്. ഞങ്ങൾ ഇതാ പോയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഭഗവാൻ തന്ന ഒരു അനുഭവം തന്നെയാണ് അത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഭാവത്തിനാണ് പ്രധാനം. നമ്മൾ കൊടുത്തതൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ കൊടുക്കണം, ആ അമ്മ കൊടുത്തതുപോലെ കൊടുക്കണം. നമ്മൾ പറയില്ലേ ഇതുപോലെയാന്ന്. ഇപ്പോൾ പാട്ടൊക്കെ ഇല്ലേ, ഭഗവാൻ ആരാ പറഞ്ഞേ ഭഗവാൻ ഉറങ്ങില്ല എന്ന്, യശോദാമ്മയെ പോലെ ഉറക്കണം. ആരാ പറഞ്ഞേ ഭഗവാൻ നൃത്തം ചെയ്യില്ല എന്ന്, ആ നൃത്തം ചെയ്യണമെങ്കിൽ ഗോപികമാരുടെ പോലെ അല്ല മീരാഭായിയുടെ പോലെ പാടണം ഭക്തിയോട്, ഭഗവാൻ നൃത്തം ചെയ്യും. ഗോപികമാരുടെ പോലെ ഭഗവാന് വെണ്ണയും പാലൊക്കെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളില്ലേ കോന് കഹത്തെ ഹേ ഭഗവാൻ ആത്തേ നഹി വരില്ല എന്ന് ആരാ പറഞ്ഞ്, മീരയുടെ പോലെ വിളിക്കണില്ല. അങ്ങനെയാണ്, മീര വിളിക്കുന്ന പോലെ വിളിച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് വരും. യശോദാമ്മ കൊടുക്കണ പോലെ കൊടുത്താൽ ഭഗവാൻ എല്ലാം കഴിക്കും. അങ്ങനെ ഓരോന്നും ഉണ്ട് ആ പാട്ടിൽ. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഈ മാമി ശരിക്കും സത്യത്തോടു കൂടിയിട്ടും അത് രാധാറാണിയാണ് എന്നുള്ള സങ്കല്പം സത്യം ഇതാണ്. നമ്മളുടെ ഒന്നും മഹത്വമല്ല, അത് ആ അമ്മയുടെ ഭക്തിയുടെ മഹത്വമാണ്. അത്രയും ഭക്തി അമ്മയുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ അമ്മയുടെ ഭക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം മാത്രമേ അവിടെ സത്സംഗത്തിന് പറ്റിയുള്ളൂ എന്ന് ഒരുപാട് സങ്കടം എനിക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പോരാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായില്ല. 2-3 സ്ഥലത്ത് സത്സംഗങ്ങൾ പറഞ്ഞതായിരുന്നു. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവരുടെ കാര്യത്തിന് ഒരു പ്രാധാന്യം നൽകിയതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. അപ്പോഴാണ് മാമി ഇവിടെ കാണിച്ചു തരുന്നത്. അവർക്കും ഉണ്ട് ഫാമിലി, അവർക്കും ഉണ്ട് ബന്ധുക്കൾ, അവർക്കും ഉണ്ട് കൊച്ചുമക്കൾ. പക്ഷേ അവർക്ക് അതിനേക്കാളൊക്കെ പ്രധാനം ഭഗവാനാണ്. ഭഗവാന്റെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ മക്കളുടെ വീട്ടിലെ അടുത്തേക്ക് വിളിച്ചാൽ ചെല്ലില്ലെങ്കിൽ ചൊല്ലും. അപ്പോൾ എപ്പോഴാണ് ചെല്ലുക, നേരത്തെ എഴുന്നേൽക്കും. നേരത്തെ എഴുന്നേറ്റിട്ട് അവരവരുടെ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്
ഭഗവാന് വസ്ത്രം മാറി, ഭഗവാനെ അലങ്കരിച്ച്, ഭഗവാന് ഭക്ഷണം കൊടുത്ത്, ഭഗവാന്റെ പൂജകൾ കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഭഗവാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ മക്കളുടെ അടുത്തേക്ക് പോകും. അവർ അവിടെ വായിക്കുന്ന ഭാഗവതമൊക്കെ ഭഗവാന് നൽകുന്ന പ്രേമസമർപ്പണം. അത്രയും ഒരു ഭക്തിഭാവം കാണണമെങ്കിൽ വേറെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിന് എന്തൊരു ഭാവമാണ് വെച്ചാൽ രണ്ടുപേരും ഒരുപോലെ, അതും ഒരു ഭാഗ്യമാണ്. ഒരു ഗൃഹത്തിൽ രണ്ടു പേർക്കും ഒരുപോലെ ചിന്തിക്കാൻ കഴിയുക, ഒരുപോലെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈശ്വരനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എത്രയെത്ര കീർത്തനങ്ങളാണ് അദ്ദേഹത്തിന് അച്ഛനെ എഴുതാൻ സാധിച്ചേക്കണേന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അദ്ദേഹം ഓരോ കീർത്തനങ്ങൾ എഴുതിയിട്ട് ഭഗവാന് ആർക്കും കാണിച്ചു കൊടുക്കില്ല, ആരുടെ കയ്യിലും പറയൂല, ഒന്നുമില്ല. അവനവനെ എഴുതും, അച്ഛനെ എഴുതും, അമ്മ പാടും, അങ്ങനെ ഭഗവാന് സമർപ്പിക്കും. അമ്മ നന്നായി പാടും. ഇതിലൊക്കെ ഇന്ന് കഴിഞ്ഞ ദിവസം ആ വൃന്ദാവനത്തിൻ്റെ വീഡിയോ ഇട്ടേലൊക്കെ ഇടയിൽ ഇങ്ങനെ പാടിയിരുന്നതൊക്കെ അമ്മയാണ്. അമ്മ മനോഹരമായിട്ട് പാടും. അങ്ങനെ ആ ഭഗവാനിൽ മാത്രം ലയിച്ച് ജീവിക്കാൻ സാധിക്കും ഒരു ഗൃഹസ്ഥാശ്രമി ആയാലും എന്ന് കാണിച്ചു തന്നത്, അനുഭവമാക്കി തന്നത്, കൊതിപ്പിച്ചത് ആ ഭഗവാൻ. അത് കാണിച്ച് കൊതിപ്പിച്ചു. ഇങ്ങനെയാവണം, നിങ്ങൾക്കൊന്നും ഒരു ഭക്തി ഇല്ല, ഭക്തി വേണമെങ്കിൽ ഇങ്ങനെയാവണം എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ കൊതിപ്പിച്ച ഒരു അനുഭവമായിരുന്നു അവിടെ. അതേപോലെ തന്നെയാണ്. അവർക്ക് എത്ര ജപിച്ചാലും മതിയാവില്ല, എത്ര നാമം ജപിച്ചാലും മതിയാവില്ല, എത്ര കീർത്തനങ്ങൾ ജപിച്ചാലും മതിയാവില്ല, എത്ര ഭഗവാനെ പുകഴ്ത്തിയാലും മതിയാവില്ല, എത്ര അലങ്കരിച്ചാലും മതിയാവില്ല. അത്രയും ഒരു അനുഭവം അവിടെ ചെന്നിട്ട് കുറച്ച് ഒരു ദിവസം ആണ് ആ ഗൃഹത്തിൽ നിൽക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് ശരിക്കും ഭക്തി നിറഞ്ഞൊരനുഭവമായിരുന്നു. ഭഗവാൻ എങ്ങനെയപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് എപ്പോഴും ആ രാധയുടെ ഒരു അത്ഭുതം, ആ മിഞ്ചി ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരുപാട് പേര് വിമർശിച്ചു, നാടകം കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അറിയാത്തത് കൊണ്ടാണ് വിമർശിക്കണേ. കാരണം ധന്യം വൃന്ദാവനം എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ട്, ആ പുസ്തകം എഴുതിയ സമയത്താണ് ആദ്യമായിട്ട് മോക്ഷയിലെ മോചിത നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ വൃന്ദാവനത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. ആദ്യമൊക്കെ അമൃത ടി വിയിൽ വൃന്ദാവനത്തെ പറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മോചിതയാണ് ചെയ്തത്. അപ്പോൾ ആ മോചിത വൃന്ദാവനത്തേക്ക് പോകാനായിട്ടുള്ള സമയത്ത് അന്ന് ഞങ്ങൾ തമ്മിൽ അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ധന്യം വൃന്ദാവനം പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വേണമായിരുന്നു എന്നുകൊണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ കൂടെ മെസ്സേജൊക്കെ അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ നമ്പറൊക്കെ കൊടുത്തു. എന്നിട്ട് മോചിത വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പുസ്തകം വേണമെന്ന് പറഞ്ഞു. കോഴിക്കോടായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. അപ്പം ഞാൻ അവിടെ ഈ അമൃതയിൽ വർക്ക് ചെയ്യണ ഒരാളുടെ കൈവശം അവരിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തേക്ക്. അവരുടെ കൈവശം ഞാനത് കൊടുത്തയച്ചു. ശരിക്കും ആ ഒരു പുസ്തകം എഴുതിയത് ഭഗവാൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിലൊരു കയ്യൊപ്പിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ അത് ചെയ്യണത് തെറ്റാണ്, അനീതിയാണ്. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ എഴുതിയ ഒരു ഗ്രന്ഥത്തിന് നമ്മൾ കയ്യൊപ്പിടാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ ആർക്കും അത് ഒപ്പിട്ട് കൊടുക്കില്ല. അത് ഭഗവാന്റെ പുസ്തകം, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ പേര് അതിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. പക്ഷെ അന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ആ മോചിതോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോചിത. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വേഗം മോചിതയ്ക്ക് സ്നേഹത്തോടെ സുദർശന അത് എഴുതിയിട്ട് കൊടുത്തു. ആ പുസ്തകം കൊടുത്തു മോചിതയ്ക്ക്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞ് ഞാനപ്പോൾ ഇതിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ഓരോ യാത്രാനുഭവങ്ങളും വിവരങ്ങൾ. അപ്പം ഞാൻ ഇതിലുള്ളത് വായിച്ചിട്ട് പറയണ പോലെ എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, പുസ്തകം പ്രയോജനപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ക്ഷമിക്കണം, അതിവിടുന്ന് പോകുമ്പോൾ ഞാൻ ബാഗിലൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്നു, വണ്ടിയിലിരുന്ന് വായിക്കാം എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി വണ്ടിയിലിരുന്ന് വായിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പുസ്തകം കാണാനില്ല, എവിടെയാണ് പോയെന്ന് അറിയില്ല, എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ സാരമില്ലാന്ന്. പിന്നെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ വേറൊരു പുസ്തകം കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വൃന്ദാവനത്തിൽ ഉള്ള സമയത്ത്
ഇത് ഞാൻ പലതവണ പറഞ്ഞത്, എന്നാലും നിങ്ങളൊന്നും കേട്ടിട്ടില്ല. അത് കാരണം ഞാൻ ആദ്യം പറയണം. വൃന്ദാവനത്തിലുള്ള സമയത്ത് ഇങ്ങനെ വൃന്ദാവന പരിക്രമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ പരിക്രമ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുക ചെയ്യുക. അപ്പം ചിലവർ കൈകോർത്ത് പിടിച്ച് നടക്കും, ചിലവർ കൈവിട്ട് നടക്കും. അപ്പോൾ ആരാരുടെ കൈമ പിടിക്കണമെന്നൊന്നും നോക്കില്ല. നമ്മൾ നമ്മുടെ ഒരു ലയത്തിൽ അങ്ങോട്ട് നാമം ജപിച്ച് നടക്കുക ചെയ്യുക. അപ്പോൾ എൻ്റെ കൈമ ആരോ പിടിച്ചു, ഞാൻ ആരാ പിടിച്ചതെന്നൊന്നും ശ്രദ്ധിച്ചില്ല, അങ്ങോട്ട് നടക്കണ്ട നാമം ജപിച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആ സുദർശനാമ്മയ്ക്ക് രാധാറാണിയാണല്ലോ കൂട്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു മജന്ത സാരി ഉടുത്തിട്ട് അതിസുന്ദരിയായിട്ട് തലക്കോടെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു അവിടെയുള്ളത് മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ വന്ന് കൈപിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാനും അത് യാദൃശ്ചികമായിട്ട്, കാരണം അവരും കൂട്ടത്തെ കൂടി ഇപ്പം അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനും നന്നായി ചിരിക്കും. മനോഹരമായിട്ടുള്ള ആ ചിരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നടന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ കൈവിട്ട് പോയി. പിന്നെ കണ്ടുമില്ല അവർ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. എനിക്കപ്പോൾ ഒരു ഫോൺ വരികയാണ്, അമ്മ വൃന്ദാവനത്തിലുണ്ട് അല്ലേ, അമ്മ കൊടുത്ത പുസ്തകം മോചിതയ്ക്ക് കിട്ടി, മോചിത അതാ അവിടെ നിന്ന് കരയണമെന്ന്. അപ്പോൾ ഞാൻ പുസ്തകം കൊടുത്തിട്ടില്ലല്ലോ, അമ്മ കൊടുത്തതാന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ദാ ഇവിടെ കൊണ്ടുവന്ന് തന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ റാവലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റാവൽ എന്ന് പറഞ്ഞാൽ രാധാറാണി ജനിച്ച സ്ഥലമാണ്. അപ്പോൾ എനിക്കിത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാനൊന്നും കൊടുത്തയച്ചിട്ടില്ല, ഞാൻ വൃന്ദാവനത്തിലില്ല, ഞാൻ നാട്ടിലെത്തി എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അമ്മേ, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം മോചിതയെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല, ഫോണിങ്ങനെ കട്ടാക്കി. അപ്പോൾ എന്താണെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മോചിത തിരിച്ച് വിളിച്ചു. എനിക്ക് പറയാൻ പറ്റണില്ല ചേച്ചി, വാക്കുകളില്ല, അതുകൊണ്ടാണ്. നാട്ടിൽ നിന്ന് പോരുമ്പോൾ നഷ്ടപ്പെട്ട ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, അത് ഇവർ റാവൽ രാധാറാണിയുടെ അന്ന് അവിടത്തെ ഉള്ളവരൊക്കെ ഹിന്ദിക്കാരാണ്. അവർ നമ്മുടെ ടി വി കാണൂല്ലെന്ന്, ഇങ്ങനെയുള്ള ഒരാളെ അങ്ങനെ അറിയൂല്ല. അവരൊക്കെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് വൃന്ദാവനത്തിലേക്ക് എത്തുന്നതും, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആ പണ്ഡിറ്റ്, പൂജ ചെയ്യുന്ന ആളെ പണ്ഡിറ്റ് എന്ന് പറയാം. അവിടെയുള്ള ആ പണ്ഡിറ്റ് വിളിച്ചിട്ട് വന്നതാ, ഈ പുസ്തകം നിങ്ങൾക്ക് തരാൻ പറഞ്ഞ് ഒരു ഇതുപോലെ തന്നെ പറഞ്ഞ ഒരു സാരി ഉടുത്തിട്ടുള്ള ഒരു സ്ത്രീ ഇവിടെ വന്ന് തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സാരി ഉടുത്തിട്ടുള്ള സ്ത്രീ എന്ന് പറഞ്ഞിട്ട് തന്നപ്പോൾ വിചാരിച്ചു ആരെങ്കിലും കേരളത്തിൽ നിന്ന് വന്നതാണാവോ, ഇനിയിപ്പോൾ അവർക്ക് ഈ പേര് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ആരെങ്കിലും വന്നത്. കാരണം മലയാളത്തിൽ ധന്യം വൃന്ദാവനം എഴുതിയേക്കണം, മലയാളം പേര് കണ്ടപ്പോൾ ഇവിടെ തന്നതാവണം. അപ്പോൾ വേഗം പറഞ്ഞു എൻ്റെ കയ്യിൽ ഈ പുസ്തകം ഉണ്ട്, ആർക്കാഴ്ച കൊടുത്തു. അവർ പറഞ്ഞു നിങ്ങൾക്ക് തരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ആ പുസ്തകം വെച്ച് നിർത്തി നോക്കിയപ്പോൾ 3 വർഷം മുമ്പ് കാണാണ്ടായി അതേ പുസ്തകം. ഇത് അത്രയും വലിയ ഒരു അത്ഭുതമാണ്. ഭഗവാൻ സ്വീകരിച്ച ഒരു പുസ്തകം തന്നെയാണ് ആ ധന്യം വൃന്ദാവനം എന്നുള്ളത്. അപ്പോൾ അതന്ന് പറഞ്ഞ് ഞങ്ങൾ, കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ, ഭഗവാന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേരോട് പങ്കുവയ്ക്കുക ചെയ്യുക. അത് പങ്കുവെച്ചാൽ അത്രയും പേർക്ക് അത് സന്തോഷമാവുമെന്നാണ് നമ്മളുടെയൊക്കെ ധാരണ ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല, ഭഗവാനെ പറ്റിയിട്ട് അപ്പോഴേക്ക് ആൾക്കാർ പറഞ്ഞത് കെട്ടുകഥയാണ്, ഞങ്ങൾ 2 പേരും കൂട്ടിയിട്ട് ബിസിനസ്സാണ്, വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പ്രതികരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞാലൊന്നും ആരുടെ ഉള്ളിൽ, അനുഭവമായവരുടെ ഉള്ളിലേക്ക് തന്നെ അത് എത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ ആവുള്ളൂ, അത് തന്നെ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായി. അങ്ങനെ നമുക്ക് ഓരോ ഈശ്വരാനുഭവവും നമ്മൾക്ക് തന്നെ അറിഞ്ഞൂടെ. നമ്മുടെ മുല്ലോർലി തേവരുടെ അവിടെ ആ വിമാനം വന്നപ്പോൾ അതൊരു വിമാനമൊന്നുമല്ലല്ലോ, ഹെലികോപ്റ്റർ അല്ലേ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരെ നമ്മൾ പരിഹസിക്കുകയല്ല, അതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കും. നമുക്കത് അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ ശരിക്കും ഹെലികോപ്റ്റർ ആണെങ്കിൽ അത് ആ സമയത്ത് അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്കായിട്ട് ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹമാണ്. നേരിട്ടിട്ട് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് അനുഗ്രഹിക്കാൻ വെച്ചാൽ അതിനെ താങ്ങാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് സ്വപ്നദർശനം നൽകായിരുന്നില്ലേ ദമയന്തി, അങ്ങനെയല്ല. അത് ആ അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അമ്മ ആ ഭഗവാനിൽ ലയിച്ചിരിക്കണം. എനിക്കതെന്തുകൊണ്ടാണ് ദർശനം നൽകിയിരിക്കുക, എൻ്റെ ഉള്ളിൽ ഇനി അങ്ങനെ ഒരു അവരുടെ ആ ഒരു ഭക്തിഭാവത്തിനെ എത്രണ്ട് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത്
അത്രയും ഭക്തി ഉണ്ടെന്നുള്ളത് ഉൾക്കൊള്ളത് കൊണ്ടാവും എനിക്കും കൂടിയും അത് അനുഭവമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നത്. അതുകൊണ്ടാവും അങ്ങനെ ഒരു സ്വപ്ന ദർശനം തന്നെ. ഭഗവാൻ ശരിക്കും ആ ഒരു സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടി രാധാറാണി തന്നെ ആ സ്വപ്ന ദർശനമെങ്കിലും ലഭിച്ചുല്ലോ എന്നുള്ളൊരു ഭാഗ്യത്തിൽ. അവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ കൂടെ തന്നെ എപ്പോഴും രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹീന്ന് നമുക്കൊരു വരി വായിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ഭാഗവതം കൊണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു വരി വായിക്കാം. അവർ നിത്യം ഇത് പാരായണം ചെയ്യണം. അപ്പോൾ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ സാധിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടേ അത് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അത്രയും മനോഹരമായിട്ടൊരു അനുഭവം, ആ ഭക്തിയുടെ അനുഭവം. അതും കൂടി ഒന്ന് എന്തോ പങ്കുവയ്ക്കണമെന്ന് തോന്നി. ആർക്കെങ്കിലും ഒരാളുടെ ഉള്ളിലെത്തിയാൽ ഭാഗ്യമല്ലേ. എല്ലാവർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഭഗവാനിൽ ലയിച്ചിരിക്കണ ആ മനസ്സിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ എനിക്കും അതുപോലെ ഭക്തി ഉണ്ടാവണം, എനിക്കും അതുപോലെ ഭഗവാന്റെ ആ ഭഗവത് അനുഭവം ഉണ്ടാവണം എന്ന് കൊതിച്ചിട്ട് നാമം ജപിച്ച് ഭാഗവതം വായിച്ച് ആ ഈശ്വരനെ സ്വന്തം ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും അടുത്തതായിട്ട് ഈശ്വരനെ നെഞ്ഞോട് ചേർത്ത് ഈശ്വരൻ നമുക്കൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈശ്വരൻ. അവർക്കൊക്കെ ആദ്യം ഭഗവാനാണ്. ഭഗവാനെ കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് നേടിത്തന്നത് ആരാ? ഈശ്വരനാണ്. ഈശ്വരൻ്റെ കൃപാകടാക്ഷം കൊണ്ടാണ് ഇന്ന് അനുഭവിക്കുന്നത്, എല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ പ്രഥമ സ്ഥാനം ഈശ്വരന് തന്നെയാണ്. അപ്പോൾ ആ പ്രഥമ സ്ഥാനത്തിലേക്ക് ഈശ്വരനെ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് വരെ നമ്മളുടെ രോഗങ്ങളും ദുരിതങ്ങളും ഇതൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ നമ്മൾ പ്രഥമസ്ഥാനം ഈശ്വരന് കൊടുക്കണത്, അങ്ങനെ ആ ഈശ്വരന് പ്രഥമസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്നു ചേരുന്നത് നമ്മളുടെ ശരീര പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് വന്നു ചേരിയിരിക്കും. രോഗങ്ങളാവട്ടെ ദുഃഖങ്ങളാകട്ടെ ഇത്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല, തീർച്ചയായിട്ടും ബാധിക്കില്ല. നാമജപത്തിൻ്റെ മഹത്വം അതുപോലെ അവിടെ ആ പാൽഘർ എന്നുള്ള ആ സ്ഥലത്തുള്ള വൃന്ദാവനത്തിൽ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നി. അവിടെ വന്ന എല്ലാവരെയും കൊണ്ടെങ്കിലും കാരണം പൂർണ്ണമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു 50 ഹരേ രാമനാമമെങ്കിലും പൂർണ്ണമായിട്ട് എല്ലാവരും ജപിക്കുന്നുണ്ടാവില്ല. വേണ്ട 50 പോട്ടെ, ഒരു 7 നാമെങ്കിലും അവർ പൂർണ്ണമായിട്ട് ജപിക്കില്ല. വന്ന എല്ലാവരെയും അവിടെ വിളിച്ചിരുത്തും. എന്നിട്ട് എല്ലാവരുടെ കയ്യിൽ ഓരോ ജപമാല തരും. എന്നിട്ട് അവർ 108 പ്രാവശ്യം അവിടെ ഇരുന്ന് നാമം ജപിക്കും. അവരൊക്കെ ജപിച്ച് തരും ഹരേ രാമ. അപ്പം നമ്മൾ അവരൊപ്പം ജപിക്കുക. അങ്ങനെ ജപിച്ച് കഴിഞ്ഞിട്ടാണ് വൃന്ദാവനത്തിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ നമ്മളെ. അപ്പം അത്രയും ജനങ്ങളെ നാമം ജപിപ്പിക്കുക എന്നുള്ളൊരു വലിയ കാരണം. ഒരു നാമം ജപിച്ചാൽ അറിഞ്ഞോ അറിയാണ്ടോ ഉള്ള എത്രയോ പാപകർമ്മങ്ങൾ ഇല്ലാണ്ടാവണം. അങ്ങനെ എത്രയെത്ര ജന്മജന്മാന്തരങ്ങളായിട്ട് അടുക്കി തീർത്തതൊക്കെ ഇല്ലാണ്ടായിട്ട് വേണം നമുക്ക് ഈശ്വരനെ അറിയാൻ. അപ്പോൾ അതുപോലും എത്രയോ ജീവന്മാരെ, ചെറുപ്പക്കാരായാലും വയസ്സായവരായാലും കുട്ടികളായാലും ആ നാമജപത്തിൽ ജപിക്കാണ്ടിരിക്കണവരുണ്ട് അവിടെ. അതും ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അവർ ജപിക്കാൻ പറയുമ്പോൾ ജപിക്കാണ്ടിരിക്കും. എങ്കിലും ആ ജപത്തിലിരുന്നത് കേൾക്കണില്ലേ? ആ കേൾക്കണതിൻ്റെ ഒരു മഹത്വമല്ലേ. അപ്പോൾ മാല ജപിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ആ മാല ജപിക്കണതിന് അത്രയൊരു മഹത്വമുണ്ട്. നമ്മളിപ്പോൾ ആരുടെ കയ്യിൽ നിന്നും ദീക്ഷ വാങ്ങിയിട്ടൊന്നും ജപിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ജപിക്കുന്ന നാമം മാലയിൽ ജപിച്ചാൽ അതിന് പ്രത്യേക ഒരു വൈബ്രേഷനാണ് ആ മാലയിൽ ജപിക്കണതിന്. അത് ഇങ്ങനെ ജപിച്ചിരിക്കുമ്പോൾ വൈബ്രേഷനാണ്. നമുക്കിത് അപ്പോൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആ മാല നമ്മുടെ കയ്യിൽ കരുതി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ മാല ജപിച്ചിരിക്കാൻ ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും ആരും പറയില്ല. അവർ ജപിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ ലോക വ്യവഹാരങ്ങളിൽ നമ്മളും മിണ്ടാണ്ടിരിക്കാൻ നമ്മളടുത്തിരിക്കണം. ഒരു യാത്ര പോവുക, അപ്പോൾ നമുക്കൊന്നും കുറേ നേരം ഇരിക്കും, അടുത്തിരിക്കുക, പേരെന്താ ചോദിച്ചു, വർത്താനം പറഞ്ഞു, നമ്മളും അതിൽ പെട്ടുപോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ ഈ മാലജപം നല്ലതാണ്. എപ്പോഴായാലും നമ്മൾ എപ്പോഴും ജപിക്കാനായിട്ടുള്ളൊരു ഇച്ഛ ഉള്ളിലുണ്ടായാൽ അതാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ കാരുണ്യം. ആ ഇച്ഛ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നാവിന് നാമം മാത്രം ആവണം ഇഷ്ടം, ബാക്കിയുള്ളതൊന്നും നാവിന് ഇഷ്ടം തോന്നരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമുക്കും നാമം ജപിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ സമർപ്പിക്കാം.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടി മംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പ ശരണം ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ
തീരേണമേ കൃഷ്ണമദീയ ജന്മം. നാരായണ നാരായണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ രക്ഷിക്കണേ രക്ഷിക്കണേ.